ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് കുരുക്കുമുറുകുന്നു. സ്വർണ്ണപ്പാളി കേസിന് പിന്നാലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കവർന്ന കേസിലും തന്ത്രി അറസ്റ്റിലായി. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ദേവസ്വം ബോർഡ് മുൻ അംഗം കെ.പി. ശങ്കരദാസിനെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. സിജോ വി ജോൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, ഇനിയിപ്പോൾ ഈ കേസിലെ തുടർ നടപടിക്രമങ്ങളൊക്കെ എന്തൊക്കെയാണ്? രണ്ടാമത്തെ കേസിലും തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ അറസ്റ്റ് വിവരം കോടതിയെ അറിയിക്കും. തുടർന്ന് പ്രൊഡക്ഷൻ വാറണ്ട് ഇഷ്യൂ ചെയ്യും. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും. പിന്നീടാകും തന്ത്രിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം അപേക്ഷ നൽകുക. അങ്ങനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. ഇതിലൂടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുന്ന ഒരു കണക്കൂട്ടലാണ് അന്വേഷണ സംഘത്തിനുള്ള. ആദ്യ കേസിൽ അറസ്റ്റിലായപ്പോൾ തന്നെ തന്ത്രിക്ക് ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട്, തട്ടിപ്പിന് മൗനാനുവാദം നൽകി തുടങ്ങിയെല്ലാം കണ്ടെത്തലുകൾ നടത്തിയിരുന്നു. സമാനമായ കാര്യങ്ങൾ ഈ ദ്വാരപാലക ശില്പം കൊണ്ടുപോയപ്പോഴും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രിമിനൽ ഗൂഢാലോചന, വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിക്കൊണ്ട് വീണ്ടും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും തന്ത്രിക്ക് കുരുക്കുമുറുകയാണെന്ന് പറയേണ്ടി വരും. ആദ്യ കേസിന് പിന്നാലെ മറ്റൊരു കേസുകളോട് വരുമ്പോൾ ഇനി പുറത്തേക്ക് വരിക, ജാമ്യം ലഭിച്ചു പുറത്തു വരിക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാകും. ആദ്യ കേസിൽ അറസ്റ്റിലായതിന് പിന്നാലെ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. സ്വാഭാവികമായും ഇനി ഈ കേസിലും തന്ത്രി ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നലെ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ മെമ്പർ കെ.പി. ശങ്കരദാസിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമായതിനാൽ ഇപ്പോൾ നിലവിൽ ചികിത്സയിലുള്ള തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ തന്നെയാണ് ഉള്ളത്. അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണോ അതോ ജയിലിലേക്ക് മാറ്റണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നാളെ തീരുമാനമുണ്ടാകും. അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്കാണ്. അവിടുന്ന് സെൻട്രൽ ജയിലിലെ ഡോക്ടർമാരെത്തി അദ്ദേഹത്തെ പരിശോധിക്കും. അങ്ങനെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റാൻ ഫിറ്റാണോ എന്ന് നോക്കും. അതല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും മറ്റു ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ പറ്റുമോ എന്നുള്ള സാഹചര്യമാണ് നോക്കുക. അവിടുന്ന് നിലവിലുള്ള സെൻട്രൽ ജയിലിലെ ഡോക്ടർമാരും അതോടൊപ്പം തന്നെ നിലവിൽ ചികിത്സയിലുള്ള ഈ തിരുവനന്തപുരത്തെ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരും അദ്ദേഹത്തെ ഈ ആശുപത്രിയിൽ നിന്ന് മറ്റൊരിടത്തോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ആരോഗ്യാവസ്ഥയാണെന്നെങ്കിൽ സ്വാഭാവികമായും കൊണ്ടുപോകും. അതല്ല, അങ്ങനെ മാറ്റാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് നിലനിൽക്കുന്നതെന്നാണ് റിപ്പോർട്ടെങ്കിൽ നിലവിലുള്ള ആശുപത്രിയിൽ തന്നെ ചികിത്സ തുടരുകയും ചെയ്യും. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആശുപത്രി മാറ്റുന്ന കാര്യത്തിൽ നാളോടുകൂടി തീരുമാനമുണ്ടാകും. വൈകാതെ തന്നെ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കെ.പി. ശങ്കരദാസിൻ്റെ കുടുംബത്തിൻ്റെയും അതോടൊപ്പം തന്നെ അതിൻ്റെ അഭിഭാഷകൻ്റെയും ഒക്കെ നീക്കം. ഇന്ന് റിമാൻഡ് റിപ്പോർട്ട് ലഭിക്കും. അതിനുശേഷം അതുകൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഈ ആരോഗ്യ വിവരങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജാമ്യത്തിനായി കോടതിയെ സമീപിക്കാൻ തീരുമാനിക്കുക.